കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലെ ഒരു സ്ഥലമാണ് കടലുണ്ടി. കടലുണ്ടിയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 11.83 ചതുരശ്ര കിലോമീറ്ററാണ്. നമ്മുടെ ബേപ്പൂർ തുറമുഖത്തു നിന്ന് 7 കിലോമീറ്ററും കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 17-18 കിലോമീറ്ററും ദൂരത്താണ് ഈ കടലുണ്ടി സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് അടുത്ത് കിടക്കുന്ന ഗ്രാമമായ കടലുണ്ടിയിലെ പക്ഷി സങ്കേതം അത് വളരെ പ്രശസ്തമാണ്. പല ദേശങ്ങളിൽ നിന്നും തണുപ്പ് സമയത്ത് ദേശാടന പക്ഷികൾ ഇവിടെ എത്താറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കേന്ദ്രം കൂടിയാണ് കടലുണ്ടി. ഇന്നത്തെ നമ്മുടെ യാത്ര ആ കടലുണ്ടിയുടെ പക്ഷി സങ്കേതത്തിലേക്കാണ്. കടലുണ്ടി ബസ് സ്റ്റോപ്പിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരമേ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്ക്. നമ്മളതിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് എൻട്രി ഫീസ്. കുട്ടികൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ചാർജൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 50 രൂപയുടെ ഒരു ടിക്കറ്റ് കൂടി എടുക്കണം. നമുക്ക് തോണിയിൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രൈവറ്റ് തോണികൾ അവൈലബിൾ ആണ്. അപ്പം അതിന് ഒരു മണിക്കൂറിന് 1000 രൂപയും 2 മണിക്കൂറിന് 1600 രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ആ തോണിയുടെ ചാർജ് നമ്മൾ ഓഫീസിൽ സെപ്പറേറ്റ് അടയ്ക്കേണ്ടതില്ല. അത് തോണി തുഴയുന്ന ആളുടെ അടുത്ത് തന്നെ നമ്മൾ കൊടുത്താൽ മതി. നിങ്ങൾ വരുന്നതിന് മുന്നേ അവരുടെ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുക. കാരണം ഈ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഇതിനെ ബാധിക്കും. നമ്മളുടെ ഈ തോണിയാത്രയെ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ തോണിയാത്ര വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വേലിയേറ്റ സമയത്ത് മാത്രമേ നടക്കൂ. കാരണം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കെല്ലാം ഈ വെള്ളമൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഈ തോണിയാത്ര സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ അവർ ടൈം പറഞ്ഞു തരും. ഈ വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ഉള്ള ടൈം പറഞ്ഞു തരും.